നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രദേശങ്ങളിൽ നിന്നും ഒട്ടും തന്നെ വിഭിന്നമല്ല മറ്റ് പ്രദേശങ്ങളിലെയും അവസ്ഥ. വയനാട്ടിലെ മറ്റ് പ്രദേശങ്ങളിലും ജലക്കെടുതി രൂക്ഷമാണ് എന്നാണ് വിവരങ്ങൾ. കുത്തിയൊലിച്ചു വരുന്ന മലവെള്ള ഭീതിയിൽ നിൽക്കുന്ന വയനാട്ടുകാരൻ അനീഷിന്റെ കുടുംബവും അവരുടെ അവസ്ഥ MJTV പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. അനീഷിന്റെ വാക്കുകളിലേക്ക്. ഇത് കോട്ടത്തറ പഞ്ചായത്തിലെ വെണ്ണിയോട് എന്ന് പറയുന്ന സ്ഥലമാണ്. വെണ്ണിയോട് നിന്ന് ഒരു 300 മീറ്റർ മാറിക്കഴിയുമ്പോൾ വലിയകുന്ന് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കുന്നുണ്ട്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ആ റോഡൊക്കെ ഇങ്ങനെ വെള്ളം കയറി മുറിഞ്ഞ് പിന്നെ നമുക്ക് അങ്ങോട്ട് ടൗണുമായിട്ടുള്ളൊരു ബന്ധപ്പാടുണ്ടാവില്ല. ഇതിങ്ങനെ ദ്വീപ് പോലെ ഈ വെള്ളം ഇങ്ങനെ ചുറ്റിപ്പെട്ട് കിടക്കും. അപ്പം അവിടെ പിന്നെ അങ്ങോട്ട് ടൗണിലേക്ക് പോകാനോ ഒരു വണ്ടി പോകാനോ ആൾക്കാർക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ മുമ്പേ വിട്ട 2 വീഡിയോകളൊക്കെ തുടക്കത്തിലേ ഉള്ള വെള്ളം കയറിയതായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇങ്ങനെയാണ് ഉള്ള അവസ്ഥ. ഇതിപ്പം അടിക്കടി വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീട്. അതുപോലെ ഇവിടെ ചുറ്റപ്പെട്ടിപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നല്ല ഒഴുക്കുമുണ്ട്. വൈകുന്നേരം ആകുമ്പം നല്ലപോലെ വെള്ളം കയറി വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അക്കരെ ഈ റബ്ബറിൻ്റെ അക്കരെ ഒരു പുഴയാണ്. ഈ പുഴ കവിഞ്ഞ് ഇപ്പോൾ അവിടുത്തെ റോഡുമായിട്ട് കണ്ട് മുട്ടാനായിട്ടുണ്ട്. അത് മെയിൻ റോഡാണ്. അങ്ങ് കാണുന്നത് ഇല്ലിയുടെ ആ ഭാഗത്തായിട്ട് കാണുന്നത് മെയിൻ റോഡാണ്. അവിടെ ഏകദേശം വെള്ളം മുട്ടാനായിട്ടുണ്ട്. ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങനെയാണ്. ഇത് ഞങ്ങൾ വെണ്ണിയോടേക്ക് പോകുന്ന റോഡാണ്. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വെള്ളം കയറുന്ന അവസ്ഥയിൽ ഇങ്ങോട്ട് പോകാനോ എടുക്കാനൊന്നും സാഹചര്യമില്ല നിലവിൽ. ഞാൻ ഈ കുന്നിൽ ഇങ്ങനെ ഇവിടെ ഒരു 10, 60, 70 കുടുംബങ്ങളോളം ഈ കുന്നിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വെള്ളം കയറി റോഡൊക്കെ ബ്ലോക്ക് ആകുന്ന അവസ്ഥയാണ്. ഒരു വണ്ടിയോ നമുക്ക് നടന്നു പോകാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഭയങ്കര പ്രശ്നത്തിലാണ്. ഇപ്പോൾ ഇങ്ങനെ വെള്ളം കയറി ഇതിപ്പോൾ പ്രളയം വന്ന പോലെ ഒരവസ്ഥയായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇത്രയും വെള്ളം കയറുവാണെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ ഇത് കൂടിക്കൊണ്ടിരിക്കും. അപ്പം മൊത്തത്തിലൊരു ബുദ്ധിമുട്ടാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ സാധനം എടുത്ത് ഇതൊരു അംഗൻവാടി കെട്ടിടമാണ്. അംഗൻവാടിയിലേക്ക് അവർ മാറ്റുകയാണ്. ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ടുപോയി ഈ അംഗൻവാടിയിലേക്ക് വെക്കുകയാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളമാവും. ഇത് വെണ്ണിയോടുന്ന് ഞങ്ങളുടെ വലിയകുന്നിലേക്ക് വരുന്ന റോഡാണ്. ഇത് രാവിലെ വരുമ്പോൾ മുമ്പേ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ചെറിയൊന്നും വെള്ളമില്ല. അപ്പം നല്ല കയറ്റം കയറി വരുന്നുണ്ട്. റോട്ടിൽ നല്ല ഒഴുക്കായി. വെള്ളം നല്ല ഒഴുക്കുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വെണ്ണിയോട് അങ്ങാടിയിലേക്ക് പോക്ക് നടക്കില്ല. അതാണ് ആ കാണുന്ന പള്ളിയും എൻ്റെ അപ്പുറത്തെ കെട്ടിടങ്ങളുമാണ് വെണ്ണിയോട് സിറ്റി എന്ന് പറയുന്നത്. ഇത് പുഴ. ഇതൊരു വയലാണ്. വയൽ കവിഞ്ഞ് ഫുള്ള് ഇവിടെയൊക്കെ വീടുകളിലെല്ലാം വെള്ളം കയറി. അങ്ങോട്ടുള്ള ഇവിടെ അതിൽ നിൽക്കാനും പറ്റില്ല. വെള്ളം നല്ല തട്ടുണ്ട്. നല്ല ഒഴുക്കായത്.